ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റെപ്പ് ടു സക്സസ്. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടൽ സേതു, പുതിയ പാമ്പൻ പാലം, ചെനാബ് പാലം, അഞ്ചീഗഡ് പാലം എന്നിവയാണ്. ഇതിനോടകം തന്നെ പല പരീക്ഷകൾക്കും അടൽ സേതു, പുതിയ പാമ്പൻ പാലവും ചെനാബ് പാലവും ഒക്കെ ചോദ്യമായി വന്നു എന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എങ്ങനെ മക്കളെ, കൂടെ പോര്, കൂട്ടിനുണ്ട് ഞാനും സ്റ്റെപ്പ് ടു സക്സസും, ചാടിക്കയറ് കൂടെ പിടിച്ചു. ഓക്കെ, അടൽ സേതു ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് അടൽ സേതു. ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് അടൽ സേതു. 2024 ജനുവരി 12 നരേന്ദ്രമോദിയാണ് അടൽ സേതു ഉദ്ഘാടനം ചെയ്തത്. 2024 ജനുവരി 12 നരേന്ദ്രമോദിയാണ് അടൽ സേതു പാലം ഉദ്ഘാടനം ചെയ്തത്. ഇത് എവിടെ മുതൽ എവിടെ വരെ? ഷിവ്രി മുതൽ നവാഷേവ വരെയാണ്. ഷിവ്രി മുതൽ നവാഷേവ വരെയാണ് അടൽ സേതു. അടൽ സേതുവിന്റെ നീളം ഏതു മുതൽ ഏതു വരെയാ? ഷിവ്രി മുതൽ നവാഷേവ വരെ. 2024 ജനുവരി 12 നരേന്ദ്രമോദി, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയ നരേന്ദ്രമോദിയാണ് അടൽ സേതു ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ എത്രയാണ് ഇതിന്റെ നീളം? 21.8 കിലോമീറ്റർ ആണ് നീളം. അടൽ സേതുവിന്റെ നീളം 21.8 കിലോമീറ്റർ. എന്നാൽ ഇതിൽ കടലിന് മുകളിൽ എത്ര ഭാഗം ഉണ്ടെന്ന് ചോദിച്ചാൽ 16.5 കിലോമീറ്റർ ആണ്. കടലിന് മീതെ 16.5 കിലോമീറ്ററും. എന്നാൽ ആകെ നീളം ചോദിച്ചാൽ 21.8 കിലോമീറ്റർ. ആകെ നീളം എത്രയാ? 21.8 കിലോമീറ്റർ. കടലിന് മീതെ ഇതിന് ഉള്ള നീളം ചോദിച്ചാൽ 16.5 കിലോമീറ്റർ. വീതി 27 മീറ്റർ ആണ്. വീതി എത്രയാ? 27 മീറ്റർ ആണ്. 21.8 കിലോമീറ്റർ നീളവും 27 മീറ്റർ വീതിയുമാണ് അടൽ സേതുവിന്. കടലിന് മുകളിൽ ഈ പാലത്തിന്റെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ 16.5 കിലോമീറ്റർ ആണ്. 16.5 കിലോമീറ്റർ ആണ് കടലിന് മീതെ. എന്നാൽ ആകെ നീളം ചോദിച്ചാൽ എത്രയാണ്? 21.8 കിലോമീറ്ററുമാണ്. ഷിവ്രി മുതൽ നവാഷേവ വരെ. ഈ അടൽ സേതുവിന്റെ പൂർണ്ണ നാമം എന്താ? മുഴുവനായിട്ട് ഇതിന്റെ പേര് ചോദിച്ചാൽ AB വാജ്പേയി സേവ്രി നവാഷേവ അടൽ സേതു എന്നാണ്. AB വാജ്പേയി സേവ്രി നവാഷേവ അടൽ സേതു എന്നാണ് അടൽ സേതുവിന്റെ മുഴുവൻ പേര്. AB വാജ്പേയിയുടെ ജന്മദിനം എന്നാ? അത് ഡിസംബർ 25 ആണല്ലേ. ഡിസംബർ 25 അത് എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? AB വാജ്പേയിയുടെ ജന്മദിനമായി ഡിസംബർ 25 നമ്മൾ ഗുഡ് ഗവേണൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നു. ക്രിസ്മസ് ആയിട്ട് ആചരിക്കുന്ന AB വാജ്പേയിയുടെ ജന്മദിനം അല്ല കേട്ടോ. അപ്പൊ എന്താ ഡിസംബർ 25 സദ്ഭരണ ദിനം അഥവാ ഗുഡ് ഗവേണൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് AB വാജ്പേയിയുടെ ജന്മദിനമാണ്. ഇവിടെ AB വാജ്പേയി സേവ്രി നവാഷേവ അടൽ സേതു എന്നാണ് അടൽ സേതുവിന്റെ പൂർണ്ണമായ പേര്. എന്നാൽ ഈ അടൽ സേതുവിന്റെ അല്ലെങ്കിൽ ഇതിനുള്ള പഴയ പേര്, ആദ്യത്തെ പേര് ചോദിച്ചാൽ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നാണ്. പഴയ പേര് അല്ലെങ്കിൽ ആദ്യത്തെ പേര് ചോദിച്ചാൽ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നാണ്. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നാണ്. നോക്കി, അടൽ സേതു ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് അടൽ സേതു. ഈ 2024 ജനുവരി 12 നരേന്ദ്രമോദി ഈ പാലം ഉദ്ഘാടനം ചെയ്തത്. 21.8 കിലോമീറ്റർ നീളം, 27 മീറ്റർ വീതി. അത് കടലിന് മുകളിലുള്ള ഇതിന്റെ നീളം ചോദിച്ചാൽ 16.5 കിലോമീറ്റർ ആണ്. ഷിവ്രി മുതൽ നവാഷേവ വരെയാണ്. പൂർണ്ണമായ പേര് AB വാജ്പേയി സേവ്രി നവാഷേവ അടൽ സേതു എന്നും പഴയ പേര് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കും എന്നാണ്. ഓക്കെ അല്ലേ? നോക്കാം. പാമ്പൻ പാലം, പുതിയ പാമ്പൻ പാലം. അപ്പൊ പഴയ പാമ്പൻ പാലം ഉണ്ടായിരുന്നല്ലേ. പാമ്പൻ പാലം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം എന്താണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ആദ്യത്തെ കടൽപ്പാലമാണ് ഇതെന്ന് പറഞ്ഞത്. ഏറ്റവും വലിയ കടൽപ്പാലമൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ആദ്യത്തെ കടൽപ്പാലമായിരുന്നു ഏത്? പാമ്പൻ പാലം. നീളം കൂടിയ കടൽപ്പാലമൊക്കെ ഇപ്പൊ മാറി, നമുക്കറിയാം. യെസ്, അപ്പോൾ പാമ്പൻ പാലം. പഴയ പാമ്പൻ പാലം വന്നത് എന്താന്ന് ചോദിച്ചാൽ 1914 ഫെബ്രുവരി 24 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച കാലഘട്ടമല്ല 1914 വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാടാ? 1914 അവിടെ ശ്രീനാരായണ ഗുരുവും അതുപോലെ തന്നെ വാഗ്ബടാനന്ദന് കണ്ടുമുട്ടുന്നത്. ശ്രീനാരായണ ഗുരുവും വാഗ്ബടാനന്ദന് കണ്ടുമുട്ടിയ വർഷം ചോദിച്ചാൽ 1914 1914. ഓക്കെ, യെസ്. അപ്പോൾ 1914 ഫെബ്രുവരി 24 പഴയ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ പുതിയ പാമ്പൻ പാലം എന്നാ വന്നത്? 2025 ഏപ്രിൽ 6. ഈ വർഷമാണ് കേട്ടോ. ഇത്തവണത്തെ മിക്കവാറുള്ള എല്ലാ പരീക്ഷകളിലും കറണ്ട് അഫേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത് 2025 കാര്യങ്ങളാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും 2025 ഓർത്തിരിക്കാം. 2025 ഏപ്രിൽ 6, നല്ല വേനലുള്ള സമയം. ഏപ്രിൽ 6
ഏപ്രിൽ 7 ആയിരുന്നെങ്കിൽ എന്തായേനെ? ലോക ആരോഗ്യ ദിനമായേനെ. അപ്പൊ അതിന്റെ തലേ ദിവസം ഏപ്രിൽ 6 നരേന്ദ്രമോദി തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. നീളം 2.08 കിലോമീറ്റർ, 2.08 കിലോമീറ്റർ, 2.08 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. ഏതു മുതൽ ഏതു വരെയാ? ഇത് കണക്ട് ചെയ്യുന്നത് മണ്ഡപം ടു രാമേശ്വരമാണ്. കണക്ട് ചെയ്യുന്നത് മണ്ഡപം രാമേശ്വരം. പാമ്പൻ പാലം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അല്ലേ, എന്താ രാമേശ്വരം നമ്മൾ കണക്ട് ചെയ്യും പെട്ടെന്ന് പാമ്പൻ പാലം എന്ന് കേൾക്കുമ്പോൾ തന്നെ. അപ്പൊ മണ്ഡപം മുതൽ രാമേശ്വരം വരെയാണ് 2025 ഏപ്രിൽ 6 നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. 2.08 കിലോമീറ്റർ, 2.08 കിലോമീറ്റർ. ഓൾറെഡി റീസെന്റ് ചോദിച്ചതാ. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ സീ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? പാലം ഇങ്ങനെ പൊങ്ങുന്നത് അല്ലേ? അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ സീ ബ്രിഡ്ജ് ആണ് പാമ്പൻ പാലം. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ സീ ബ്രിഡ്ജ്. പഴയ പാമ്പൻ പാലം എങ്ങനെയായിരുന്നു? പഴയ പാമ്പൻ പാലം ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിക്കൊണ്ടിരുന്നത് അല്ലേ? അപ്പൊ ഇതിപ്പോ എങ്ങനെയാ പോകുന്നത്? വെർട്ടിക്കലായിട്ട് ഉയർന്നു കൊടുത്തിട്ട് പിന്നെ ആവശ്യം കഴിയുമ്പോഴത്തേക്കും താഴുന്ന ഒരു സംഭവമാണ്. ഓക്കെ, യെസ്. അപ്പൊ എന്താ? ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ സീ ബ്രിഡ്ജ് ആണ് പാമ്പൻ പാലം. ഈ പാമ്പൻ പാലം ഡിസൈൻ ചെയ്തിരിക്കുന്നത് റെയിൽ വികാസ് ലിമിറ്റഡ് ആണ്. പാമ്പൻ പാലം ഡിസൈൻ ചെയ്തിരിക്കുന്ന പുതിയ പാമ്പൻ പാലം ഡിസൈൻ ചെയ്തിരിക്കുന്നത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ്. ഓക്കെ അല്ലേ? പഴയ പാമ്പൻ പാലം എന്ന് വന്നു എന്ന് പറഞ്ഞു 1914 ഫെബ്രുവരി 24 1914 ഫെബ്രുവരി 24 പഴയ പാമ്പൻ പാലം നിലവിൽ വന്നത്. യെസ്, പുതിയ പാമ്പൻ പാലം 2025 ഏപ്രിൽ 6 നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 2.08 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. കണക്ട് ചെയ്യുന്നത് മണ്ഡപം മുതൽ രാമേശ്വരം വരെയാണ്. യെസ്, ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ സീ ബ്രിഡ്ജ് എന്നറിയപ്പെടുന്നത് പാമ്പൻ പാലമാണ്. ഈ പുതിയ പാമ്പൻ പാലമാണ്. പാമ്പൻ പാലം ഡിസൈൻ ചെയ്തത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ്. റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ്. ഒരിക്കൽ കൂടെ പറയണേ ഞാൻ. അടൽ ചെയ്തു ശ്രദ്ധിച്ചിരുന്നോളെ ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചു മാറ്റും കേട്ടോ. അപ്പോൾ ഓരോ ടോപ്പിക്കായിട്ട് പഠിച്ച് നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്താ ഉപകാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാം സമയത്ത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി. ഒത്തിരി ഒന്നും കൂടി പോകത്തില്ല. എല്ലാ ദിവസവും നമ്മൾ ക്ലാസ് ഇടുന്നുണ്ട്. സോ എല്ലാ ക്ലാസ്സുകളും വളരെ കുറച്ച് സമയങ്ങൾ 10-15 മിനിറ്റ് മാത്രമേ കാണത്തുള്ളൂ. ഈ സമയം കൊണ്ട് തന്നെ ഈ ടോപ്പിക്കൊക്കെ എന്ത് ചെയ്യുക, വളരെ ക്ലിയർ കട്ടായിട്ട് തന്നെ അങ്ങ് പോകട്ടോ. ഓക്കെ, അടൽ സേതു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് മക്കളെ അടൽ സേതു. 2024 ജനുവരി 12 നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ആകെ നീളം ചോദിച്ചാൽ എത്ര? 21.8 കിലോമീറ്റർ. കടലിന് മുകളിലാണെങ്കിലോ 16.5 കിലോമീറ്റർ. വീതി 27 മീറ്റർ. ഷിവ്രി മുതൽ നവശേവ വരെയാണ്. ഇതിന്റെ പൂർണ്ണമായ പേര്, മുഴുവൻ പേര് AB വാജ്പേയി സേവ്രി നവശേവ അടൽ സേതു. പഴയ പേര് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നാണ്. സെറ്റേ. ഓക്കെ, പാമ്പൻ പാലം, പുതിയ പാമ്പൻ പാലം 2025 ഏപ്രിൽ 6 നരേന്ദ്രമോദി തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ സീ ബ്രിഡ്ജ്. കണക്ട് ചെയ്യുന്നത് മണ്ഡപം ടു രാമേശ്വരം. നീളം 2.08 കിലോമീറ്റർ. ഇത് പാമ്പൻ പാലം ഡിസൈൻ ചെയ്തിരിക്കുന്നത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ്. പഴയ പാമ്പൻ പാലം വന്ന വർഷം ചോദിച്ചാൽ 1914 ഫെബ്രുവരി 24 ഓക്കെ, ചിനാബ് പാലം സിന്ധുവിന്റെ പോഷക നദിയാണ് ചിനാബ് എന്ന് നമുക്കറിയാം അല്ലേ. 2025 ജൂൺ 6 ഏപ്രിൽ 6 ആയിരുന്നു പാമ്പൻ പാലം. ഇത് ജൂൺ 6, ഏപ്രിൽ 6, ജൂൺ 6. 2025 ജൂൺ 6 നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 2025 ജൂൺ 6 നരേന്ദ്രമോദിയാണ് ചെനാബ് പാലം ഉദ്ഘാടനം ചെയ്തത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് ചെനാബ് പാലം. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് ചെനാബ് പാലം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ച് പാലം ചോദിച്ചാലും, ഏറ്റവും ഉയരം കൂടിയ ആർച്ച് പാലം ചോദിച്ചാലും, ആർച്ച് ബ്രിഡ്ജ് ചോദിച്ചാലും ഇത് തന്നെയാണ് ചെനാബ് പാലം തന്നെയാണ്. 2025 ജൂൺ 6 നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് പാലം എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ് ഉത്തരമായി വരുന്നത്? ചെനാബ് പാലമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് റിയാസി ജില്ലയിലാണ്. ചെനാബ് പാലം ഏത് ജില്ലയിലാണ്? റിയാസി ജില്ലയിൽ ജമ്മു ബാരാമുള്ള ലൈൻ. ഇത് റെയിൽവേ ലൈനിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ റെയിൽവേ പാലമാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ജമ്മു ബാരാമുള്ള ലൈനിലെ കൗരി ബക്കർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാണ്. ജമ്മു ബാരാമുള്ള ലൈനിലെ കൗരി ബക്കർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാണ്. ജമ്മു ബാരാമുള്ള ലൈനിലെ കൗരി ബക്കർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാണ്. ഈ പ്രോജക്റ്റിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊങ്കൺ റെയിൽ പ്രോജക്റ്റ് ആണ്. നേതൃത്വം നൽകിയത് ആരാ? കൊങ്കൺ റെയിൽ പ്രോജക്റ്റ് ആണ്.
ചിനാബ് പാലത്തിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് കൊങ്കൺ റെയിൽ പ്രോജക്റ്റ് ആണ്. ഓക്കെ, ഇതിന്റെ നീളം ചോദിച്ചാൽ 1.315 കിലോമീറ്റർ, 1.315 കിലോമീറ്റർ, 1.315 ഡിജിറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓർത്തോളേ. 1.35 കിലോമീറ്റർ അഥവാ 1315 മീറ്റർ. 1315 മീറ്റർ. എത്രയാണ് ഇതിന്റെ വീതി? 13.5 മീറ്റർ. 13.5 മീറ്റർ. 13 നമ്മൾ എവിടെയെങ്കിലും പഠിച്ചോ? നമ്മൾ ഒരു ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 13. നമുക്കറിയാം IT നിയമം 2000 IT നിയമത്തിലെ ചാപ്റ്റേഴ്സിന്റെ എണ്ണം 13 ആയിരുന്നു അല്ലെ. ബേക്കേഴ്സ് ഡസൻ എന്നറിയപ്പെടുന്നത് എത്ര? അതും 13 ആണ്. ഓക്കെ, അപ്പോൾ എന്താ 1.315 കിലോമീറ്റർ അഥവാ 1315 മീറ്റർ ആണ് നീളം. വീതി 13.5 മീറ്റർ. ഇതുമായിട്ടൊക്കെ ഒന്ന് സാമ്യമുണ്ട് കേട്ടോ. 13.5 ഇവിടെ ഒന്നിനുമായിട്ട് പോയിന്റ് കിട്ടും അല്ലെ. 13.5 മീറ്റർ. ഉയരം ചോദിച്ചാലോ 359 മീറ്റർ. ഉയരം 359 മീറ്റർ. ഉയരം എത്രയാ? 359 മീറ്റർ. നീളം 1.315 കിലോമീറ്റർ അഥവാ 1315 കിലോമീറ്റർ മീറ്റർ. ദെൻ വീതി 13.5 മീറ്റർ. ഉയരം 359 മീറ്റർ. ഈ പാലത്തിന്റെ നിർമ്മാണത്തിനോട് ഉപയോഗിച്ചിരിക്കുന്ന സംഗതികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്റ്റീലും കോൺക്രീറ്റുമാണ് അല്ലെ. സ്റ്റീൽ, കോൺക്രീറ്റ് എന്നിവ ഉപയോഗിച്ചാണ് ചിനാബ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റീലും കോൺക്രീറ്റ് ഉപയോഗിച്ചാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? ചിനാബ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. യെസ്, ഓക്കെ. അപ്പൊ സിന്ധുവിന്റെ പോഷക നദിയാണ് ചിനാബ് എന്ന് പറഞ്ഞു. സിന്ധു, വിത്തില്ലാത്ത മാമ്പഴം ചോദിച്ചാൽ സിന്ധു ആണ് അല്ലെ. വിത്തില്ലാത്ത മാമ്പഴം ചോദിച്ചാൽ സിന്ധു ആണ്. എന്നാൽ എന്താണ് ഓപ്പറേഷൻ സിന്ധു? എന്താ ഓപ്പറേഷൻ സിന്ധു? ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ തിരികെ എത്തിച്ച ആ ഒരു പരിപാടിക്ക് പറയുന്ന പേരാണ് ഓപ്പറേഷൻ സിന്ധു. ഓപ്പറേഷൻ സിന്ധു. വിത്തില്ലാത്ത മാമ്പഴം സിന്ധു. പാകിസ്ഥാൻ ജീവരേഖ എന്നറിയപ്പെടുന്ന സിന്ധുവാണ് അല്ലെ. ഏറ്റവും കൂടുതൽ പാകിസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ അത് ഒഴുകുന്നത്. നമുക്ക് കുറച്ച് കിലോമീറ്റർ 709 കിലോമീറ്റർ മാത്രമേ നമുക്ക് ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ. ബാക്കി അത് പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന പാകിസ്ഥാന്റെ ദേശീയ നദിയാണ് സിന്ധു എന്ന് പറഞ്ഞത്. അപ്പോൾ ഓപ്പറേഷൻ സിന്ധു എന്താ? ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ തിരികെ എത്തിച്ച്. എന്നാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാരെ എത്തിച്ചത് ഏതാ? അത് ഓപ്പറേഷൻ അജയ് ആയിരുന്നു. എടാ, വിത്തില്ലാത്ത മാമ്പഴം സിന്ധു ആണെങ്കിൽ വിത്തില്ലാത്ത മാതളവേദ. വിത്തില്ലാത്ത മാതളമാണ് ഗണേശാണ്. പത്തനാപുരം MLA ഗണേഷ് കുമാർ അല്ല കേട്ടോ ഞാൻ ഇവിടെ പറഞ്ഞു. പിന്നെ എന്തുവാ? വിത്തില്ലാത്ത മാതളമാണ് മക്കളെ ഗണേശ്. എളുപ്പം വന്ന് കഴിക്കാനായിട്ട് അതിന്റെ കുരു ഒന്നും കാണത്തില്ലല്ലോ. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ തോംസൺ സീഡ്ലെസ് എന്തുവാ? അത് വിത്തില്ലാത്ത മുന്തിരിയാണ്. തോംസൺ സീഡ്ലെസ് എന്ന് പറയുന്നത് കഴിക്കാൻ എളുപ്പമില്ലയോ? ഓക്കെ, യെസ്. അപ്പൊ തിരിച്ചു ഇങ്ങോട്ടേക്ക് വരും. നമ്മളെ ചിനാബ് പാലം 2025 ജൂൺ 6 നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കടൽപ്പാലം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് പാലം റിയാസി ജില്ലയിലാണ്. ജമ്മു ബാരാമുള്ള ലൈനിൽ കൗരി ബക്കർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാണ്. ഇതിന്റെ നേതൃത്വം ആരായിരുന്നു? കൊങ്കൺ റെയിൽ പ്രോജക്റ്റ് ആണ്. നീളം ചോദിച്ചാൽ 1.315 കിലോമീറ്റർ അല്ലെങ്കിൽ 1315 മീറ്റർ ആണ്. വീതി 13.5 മീറ്റർ ആണ്. ഉയരം 359 മീറ്റർ ആണ്. യെസ്, നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീലും കോൺക്രീറ്റും കൊണ്ടാണ്. അപ്പൊ നമ്മളിപ്പോൾ പഠിച്ച 3 കാര്യങ്ങൾ പഠിച്ചില്ലേ? അടൽ സേതു പഠിച്ചു, പാമ്പൻ പാലം പഠിച്ചു, ചെനാബ് പാലം പഠിച്ചു. ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ പറയുന്നു അഞ്ചീഗഡ് പാലം. ചെനാബ് നദിയുടെ പോഷക നദിയായ അഞ്ചി നദിയിലാണ് അഞ്ചീഗഡ് പാലം. ഏതേ ദിവസം ചെനാബ് പാലം ഉദ്ഘാടനം ചെയ്ത് 2025 ജൂൺ 6 തന്നെയാണ്. നരേന്ദ്രമോദി തന്നെയാണ്. അടുത്തടുത്തല്ലേ. അപ്പൊ പിന്നെ വരവിൽ എന്താണ്? ഒറ്റവെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞാൽ ഒരേ വരവിൽ തന്നെ 2 ഉദ്ഘാടനം ചെയ്തു. 2025 ജൂൺ 6 നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ചിനാബിന്റെ പോഷക നദിയായ അഞ്ചി നദിയിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ റെയിൽവേ പാലമായ അഞ്ചീഗഡ് പാലം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ റെയിൽവേ പാലമായ അഞ്ചീഗഡ് പാലം അഞ്ചി നദിയിൽ 2025 ജൂൺ 6 നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ജമ്മു ബാരാമുള്ള ലൈനിൽ തന്നെയാണ്. കത്ര റിസി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാണ്. കത്ര റിസി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാണ് അഞ്ചീഗഡ് പാലം. ജമ്മു ബാരാമുള്ള ലൈനിൽ തന്നെ കത്ര റിസി സ്റ്റേഷനുകൾക്കിടയിലാണ് കേട്ടോ. നീളം 725.5 മീറ്റർ. 725.5 മീറ്റർ ആണ്. ഉയരം 331 മീറ്റർ.
ഉയരം എത്രയാ? 331 മീറ്റർ ആണ്. നീളം 725.5 മീറ്റർ ആണ്. കിലോമീറ്ററിന്റെ കാര്യമല്ല പറയുന്നത്, 725.5 മീറ്റർ ആണ്. ഉയരം 331 മീറ്റർ ആണ്. 331 മീറ്റർ ആണ്. നോക്കിയേ, ഇത് നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീൽ കൊണ്ടാണ്. ചെനാബ് പാലത്തിന്റെ കാര്യം പറഞ്ഞു, സ്റ്റീലും കോൺക്രീറ്റും കൊണ്ടാന്ന് പറഞ്ഞു. അഞ്ചീഗഡ് പാലമാണെങ്കിൽ സ്റ്റീലാണ്. ഈ അഞ്ചീഗഡ് പാലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനും, എന്നാൽ നിർമ്മാതാക്കൾ ആരെന്ന് ചോദിച്ചാൽ ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയുമാണ്. നിർമ്മാതാക്കൾ ആരായിരുന്നു? ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയായിരുന്നു നിർമ്മാതാക്കൾ. നേതൃത്വം നൽകിയത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ്. ഒരിക്കൽ കൂടെ പറയട്ടെ, അഞ്ചീഗഡ് പാലം 2025 ജൂൺ 6. 2025 എന്ത് വർഷം? അന്താരാഷ്ട്ര സഹകരണ വർഷം, അല്ലെ UN സഹകരണ വർഷമാണ് 2025 എന്ന് പറയുന്നത് അല്ലേ. 2025 പുറത്തിറങ്ങാനിരിക്കുന്ന മോഹൻലാലിന്റെ ജീവചരിത്രമാണ് ഏത്? മുഖരാഗം എന്ന് പറയുന്നത് അല്ലെ. മുഖരാഗം. ഓക്കെ, 2025 ജൂൺ 6 നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ചെനാബ് നദിയുടെ പോഷക നദിയായ അഞ്ചി നദിയിൽ അഞ്ചീഗഡ് പാലം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ രണ്ടാമത്തെ റെയിൽവേ പാലം. ഏറ്റവും ഉയരം കൂടിയത് മുകളിൽ തന്നെ കിടപ്പുണ്ടായതാ ചെനാബ് പാലമാണ്. നീളം 725.5 മീറ്റർ, ഉയരം 331 മീറ്റർ. സ്റ്റീലാണിത്, സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജമ്മു ബാരാമുള്ള ലൈനിൽ കത്ര റിസി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാണ്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനും, എന്നാൽ നിർമ്മാതാക്കൾ ആരെന്ന് ചോദിച്ചാൽ ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. വളരെ 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 അത്യാവശ്യമുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് വീണ്ടും കണ്ടുപഠിക്കുക. എപ്പോഴും പറയാറുള്ളൂ അല്ലെ, എഴുതിയെടുത്ത് പഠിച്ചോളൂ മക്കളെ. പരീക്ഷ ഇതാ അടുത്ത് വരുവാണ്. വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നമുക്കിനി. നമ്മളും സർക്കാർ ജോലിയും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ്. അടുത്ത വർഷം മുതൽ കിടിലൻ ജോലി, കിടിലം ഓഫീസുകളിൽ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. സൂപ്പറായിട്ട് പഠിച്ചു. അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.